കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ആരാധന മഹത്വം കർത്താവേ, ധ്യാനം നയിക്കുന്ന ജോസഫിനെ പരിപാലിക്കണമേ. പുതിയ സന്ദേശത്തിന് നിങ്ങളെ സഹായിക്കണമേ. സൗഖ്യപ്പെടുന്ന ശുശ്രൂഷകളുടെ ആയിരങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, സ്തുതി ആരാധന മഹത്വം കർത്താവേ, സ്തുതി ആരാധന വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ, നന്ദി. മഹത്വം, മഹത്വം. വിവിധങ്ങളായ വിവിധ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ സമയ ചുരുക്കം പ്രാപിച്ച് എത്രയും വേഗം അവരുടെ ജീവിത വിഷയങ്ങളുടെ മേൽ പരിഹാരം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സാക്ഷ്യങ്ങളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പെട്ടെന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാരിഫൈഡ് ആവും. നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വ്യക്തത കിട്ടുന്നില്ല, മന്ദഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള ആത്മാവ് മന്ദഗതിയിലാണെന്നും നിങ്ങൾ ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാതെ നിങ്ങൾ സാക്ഷ്യം പറയാൻ നിങ്ങൾ പ്രതികളൊന്നുമല്ല. പ്രതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികളാകുന്നതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വളരെ സ്ലോഗത. അതിൻ്റെ കള്ളനും വെള്ളിയും നെല്ലും പതിരും തിരിക്കാൻ യു ടേക്ക് 6 months, 6 മാസം എടുത്തു ഇത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ. അത് ഭയങ്കരമായൊരു സ്പിരിച്വലായിട്ടുള്ള കലാമിറ്റിയാണ്. നമ്മുടെ അതായത് ആധ്യാത്മികമായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഒരു കലാമിറ്റി, എന്താ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായ പ്രവർത്തനങ്ങൾ അറിയാൻ, നമ്മൾ തന്നെ അറിയാൻ ടൈം എടുക്കുന്നത് അത് നിസ്സാര കാര്യമല്ല. ശരിക്കും ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞാൽ മാത്രമേ ചെറിയ ആൾക്കാർ സാക്ഷ്യം പറയത്തുള്ളൂ. പറയണം, പറഞ്ഞ് ഓർപ്പിച്ച് കൊടുക്കണം. കാര്യം ഇത് എന്നതിൻ്റെ അർത്ഥം ഓർപ്പിച്ച് ഞങ്ങളെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഓർപ്പിച്ച് തരുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താ? 50 മാർക്കേ നിങ്ങൾക്കുള്ളൂ. എന്താണ് 50 മാർക്ക് എനിക്കുള്ളതാണ്? ഞാൻ ഓർപ്പിച്ചിട്ടാണ് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കളയണമെന്നല്ല, സീറോ അടിച്ചു പോരുത്. ഞാൻ പറഞ്ഞാലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് സാക്ഷ്യം പറഞ്ഞ് മാറ്റണം. കാര്യം എന്താ കാര്യം? അത് നിങ്ങളുടെ തന്നെ തന്ന കൃപ. സാക്ഷ്യം പറയുമ്പോൾ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് തന്ന കൃപയിൽ നിങ്ങൾ നിലനിൽക്കും. പിന്നെ നിങ്ങളത് ദൈവം അത് എടുത്ത് തിരിച്ചെടുക്കത്തുമില്ല. സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. കാര്യം എന്താ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അത് പോരായ്മയെ കരുതിയത് കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിൾ പറയണത്. റോമ 1:28. ഒന്നെന്താണ്? നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ ദൈവത്തെ നിരക്കാത്ത വികാരം ഉണ്ടാവും. ഇതൊക്കെ ഇമോഷണലായിട്ട് പെരുമാറും. ഇപ്പോൾ ഒരു ജെയ്സൺ എന്ന് പറയുന്ന സഹോദരൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സാക്ഷ്യവും തോന്നണം. അപ്പം ജെയ്സൺ പറഞ്ഞത്, ഞാൻ വൈഫാണ് ഉടമ്പടി എടുത്തത്, ഞാൻ അവളുടെ കൂടെ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ വിഷയമാണ് അതിൻ്റെ അകത്ത് പറയണത്. വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും വൈഫിനെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്കെന്ന് പറയണത്, ഞാനൊരു നല്ല ഷെഫാണ്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ഷെഫാണത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ലവണ്ണം ഭക്ഷണം പാകം ചെയ്യാൻ നല്ലവണ്ണം അറിയാം. ഏത് പട്ടിക്കാട്ടി കൊണ്ടുപോയി ഒരു ഹോട്ടലിട്ടാലും
പട്ടാളം പോലെ ആൾ കയറും. കാര്യം ഭക്ഷണം രുചികരമായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ട് അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ്. നമ്മുടെ ഒരു വിഷയം, ഈ ഓവർ കോൺഫിഡൻസുകാരെ അവർ ഡേഞ്ചർ സോണിലാണ്. ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഓവർ കോൺഫിഡൻസുകാരില്ലേ, അമിതമായ ആത്മവിശ്വാസമുള്ളവർ ഡേഞ്ചർ സോണിലാണ്. അവർ രണ്ട് തരത്തിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഒന്ന്, ഓവർ കോൺഫിഡൻസുകാർക്ക് പറ്റണത് അവർ എല്ലാ കാര്യവും അവരുടെ അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കുന്നത്, ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? ഇപ്പം ദാനം ചെയ്യാത്തവരില്ലേ, ദാനം ചെയ്യാത്തവർ, ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ദാനശീലം വരാത്തവരെന്താണ്? എന്തുകൊണ്ടാണ് ദാനം ചെയ്യാത്തവർ? ഉടമ്പടി എടുത്തു, പക്ഷേ എന്നാലും ദാനം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കുറച്ച് പ്രൊഫഷണൽ ധർമ്മക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ പോലെ അല്ല, അത് പിന്നെ അവരുടെ പ്രൊഫഷനാണ്. അതല്ല ഇപ്പം ഈ ജെയ്സനൊക്കെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ കർത്താവിൻ്റെ അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്? ആ നാട്ടിലുള്ള, എനിക്ക് തോന്നുന്നത് ഇവർ ഇവിടെയാണെന്ന് തോന്നണം, അതായത് ഇരിങ്ങാലിക്കൂടെ. അപ്പം ആ നാട്ടിലുള്ള വണ്ടി ഇടിച്ച് കിടക്കുന്നവരുടെ എല്ലാം വീട്ടിൽ ചെല്ലും, ആരും പറഞ്ഞിട്ടില്ല. അപ്പം അവർ വണ്ടി ഇടിച്ച് കിടക്കുന്നവർ, പണ്ട് സ്കൂട്ടർ ഇടിച്ച് കിടക്കുന്നവരും ബൈക്ക് ഇടിച്ച് കിടക്കുന്നവരും കൈ ഒടിഞ്ഞവരും പ്ലാസ്റ്റർ കിടക്കുന്നവരൊക്കെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിശേഷം ആദ്യമായിട്ടും കാണുകയായിരിക്കും. ജെയ്സൺ എന്ന് പറഞ്ഞ ആൾ ഇവരെ ആദ്യമായിട്ടും കാണുകയാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കും, എങ്ങനെയാണ് ചേട്ടനെ എന്നെ അറിയത്തില്ലല്ലോ, ഞാൻ ഇങ്ങനെ വണ്ടി അപകടത്തിൽ പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറയും, ഞാൻ ചോദിച്ചു വന്നു, ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയണത്, എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് ഇപ്പോൾ ഒരു കൊതി പോലെയാണ്. ഒരു വ്യക്തിയുടെ ഒരു ഉടമ്പടി എങ്ങനെ ഒരു വ്യക്തിയെ മാറ്റണം നോക്കിയേ. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർക്ക് സഹായം നൽകണത് ഒരു തീരാത്ത കൊതി പോലെയാണ്. അതിലൊരു ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. പണ്ട് ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? അന്ന് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഒരു ദാനധർമ്മം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മളെ ദാനധർമ്മം ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ സഹായിക്കാത്ത ആൾക്കാർ, അവരെ ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നമ്മൾ ഒരു കൊട്ടയിൽ കുറച്ച് ആപ്പിൾ ഇരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പം ഒരു കൊട്ടയുണ്ട്, ഒരു 200 ആൾക്കാരും ഉണ്ട്. അവരെല്ലാം കൂടി ഇടിച്ച് ഇതിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകണത് എന്താണ്? ഇടിച്ച് നെക്കി അതിൻ്റെ അകത്ത് വേർത്തൊലിച്ച് നാട്ടുകാരുടെ മുട്ടുകൈ കൊണ്ടൊക്കെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കയറി ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 2 ആപ്പിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ, ഒരുത്തൻ അവിടെ ഇടിക്കാൻ നിവൃത്തിയില്ലാത്തവനും മുട്ടാൻ നിവൃത്തിയില്ലാത്തവനും കൈ നീട്ടുമ്പോൾ പറയും, ഞാൻ ഇടിച്ചാൽ വാങ്ങിച്ചത്, നിങ്ങൾ ഇടിച്ച് വാങ്ങിച്ചോളാൻ പറയും. അതെന്താണ്? നമ്മളതിൻ്റെ അത് സ്പെൻഡ് ചെയ്താൽ കൊണ്ടാണ്. ഇതതിൻ്റെ അത് വരുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. കാര്യം ആൾക്കാർ ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്, അങ്ങനെ ഓശാര നീ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് പുഴുങ്ങി തിന്നണ്ട. ഇതാണ് നിലപാട്. ഉടമ്പടിയിൽ വരുമ്പോൾ ഈ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ഒരു രഹസ്യ നിലപാടെന്ന് പറയണത്, ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്, നീയും അതുപോലെ. അപ്പോൾ ഒരു നീതിബോധം അതിൻ്റെ അകത്തുണ്ട്, ഒരു നീതിബോധമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. ദൈവത്തിൻ്റെ നീതി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയണത്, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ പറയും, അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കൊടുത്താലേ, നമ്മൾ കൊടുക്കണ കൊണ്ട് വേറെ ആൾക്കാർ പോയി വെള്ളമടിക്കുകയുള്ളെന്ന് പറയും. അത് നമ്മളെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറയണതാണ്. നമ്മൾ ധർമ്മക്കാർക്ക് ചില ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയാം, നമ്മൾ കൊണ്ട് വെള്ളം അടിക്കുമെന്നും. അപ്പോൾ അയാൾക്ക് CBI അന്വേഷണമാണ് ഇയാൾക്ക് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അയാൾ വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇതൊന്നുമല്ല, പുള്ളിക്കത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശോ എന്താ പറയുക വെച്ചാൽ, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയുന്നു. നോൻപ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായി 5:42. ചോദിക്കുന്നവന് കൊടുക്കുക, ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ
വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ ഈ പറയണത്. ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? വായ്പ വാങ്ങാൻ വരെ പറയുന്നവർക്ക് ഒഴിഞ്ഞു മാറിയാൽ നമ്മൾക്ക് പിന്നെ അവസാനം നമ്മൾ തന്നെ അടക്കേണ്ടി വരികയില്ലേ? ഇതൊക്കെ ശരിയാണ്. മാനുഷ്യമായി പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. സുവിശേഷം മാനുഷ്യമായ നിലപാടിന് എതിരാണ്. എന്താ കാര്യം? സുവിശേഷ നീതി എന്ന് പറയുന്നത് മാനുഷിക നീതി, ലോകരാജ്യത്തിൻ്റെ നീതിയല്ല. ഇതൊരു ഭരണഘടനയിൽ ഇങ്ങനെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല, കോടതിയിലൊക്കെ ഇത് വിലപ്പോവും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. കർത്താവ് സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ലെവലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം ചിലർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവരാജ്യ നീതി അതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? നീതിയും സമാധാനം. അത് ദൈവരാജ്യത്ത് എവിടെപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 14:17 ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ഈ നീതിക്ക് സന്തോഷം നമ്മുടെ ജഡിക സന്തോഷമല്ല, മറിച്ച് എന്താണ്? ഇപ്പം ഒരാൾ ഒരു സംഭവം, നമുക്കൊരു ഉടുപ്പ്, 2 ഉടുപ്പുള്ളവന് ഒന്ന് കൊടുത്തില്ലാത്തതിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. 2 സന്തോഷം ഉണ്ടാവും. ഒന്ന് നമ്മുടെ അലമാരി സാധനം പോയി കിട്ടിയില്ല എന്ന സന്തോഷമുണ്ട്. കുറേ സാധനം ഇരിക്കുമ്പോഴേ നമ്മൾ അലമാരി തുറക്കുമ്പോഴേ ഉടുപ്പിനൊക്കെല്ലാം നമ്മളോട് ബഹുമാനമാണല്ല, നമ്മുടെ കാൽച്ചോട്ടി വന്ന് വീഴുമല്ല അത്. അപ്പോൾ വീട്ടുകാർ വിഷം ഉണ്ടാക്കി ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ പറയും ഇത് കണ്ടുമുട്ടേണ്ട ആൾക്കാരെ. ഇപ്പം എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സാണെന്ന് നമ്മൾ പറയും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അലമാരി തിങ്ങുമ്പോൾ പറയും ഒരലമാരി മേടിക്കാം. അലമാരി മേടിക്കുമ്പോൾ കാശ് 30,000-40,000 രൂപയാവും. അതിനേക്കാൾ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കിയാൽ മതിയല്ല. ആ ഒരു സന്തോഷം ഉണ്ടാകും കൊടുക്കുമ്പോൾ. അലമാരി കാലിയാകുവാനുള്ള സന്തോഷം അത് ജഡിക സന്തോഷമാണ്, ദൈവരാജ്യത്തിൻ്റെ അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം ജഡിക സന്തോഷം എന്ന് പറയും. അതെന്താണ്? ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയല്ല, അതിന് പുതിയ സാധനം വാങ്ങിക്കാമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിൽ ആ ദാനത്തിലുണ്ടാകുന്ന സന്തോഷമാണ്. പക്ഷെ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമല്ല. നിങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ സംഭവം ജഡിക സന്തോഷമാണ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ നീതി, അതായത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. അത് ദൈവത്തിൻ്റെ നീതി മെരിട്ട് നോക്കാതെ ചെയ്യണ നീതിയാണ്. സ്നേഹത്തിൽ നിന്ന് വരുന്ന നീതിയാണത്. ഇപ്പോൾ ഈശോ ക്രൂശിക്കപ്പെട്ടു, ആ നീതി എന്താണ്? അപ്പം നമ്മളെ നീതീകരിച്ചതിൻ്റെ ഒരു നീതിയാണ്. എന്തെന്ത്? അപ്പം നമ്മളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം നമ്മളെ, എല്ലാ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും വേണ്ടി ദൈവം പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്പെൻഡിച്ചത്? ഈശോ ചെലവ് ചെയ്തത്, തൻ്റെ ജീവിതം ചെലവ് ചെയ്തപ്പോഴുണ്ടാകുന്നൊരു നീതി എന്താണ്? നമ്മളുടെ മെരിറ്റ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മെരിറ്റ് നോക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ല. എന്താ ഞാനിങ്ങനെ പറഞ്ഞാൽ, ഈ ജെയ്സൺ എന്ന് പറയുന്ന കക്ഷി അവസാനം പറഞ്ഞു നിർത്തുന്ന കുറേ കാര്യങ്ങൾ, ജെയ്സൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ്. അവസാനം ഇദ്ദേഹം പറയണത്, ഇപ്പോഴേ ഞാൻ വല്ലാത്ത ഒരു ആത്മസംതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ട്, ഞാൻ പറയണതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ അത് ലോകത്തിൻ്റെ രീതി മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്ത് രസമാണ് ആ സാക്ഷ്യങ്ങൾ. അതായത് ഞാൻ അനുഭവിക്കുന്നൊരു ആത്മീയ സന്തോഷമാണ്. ഇങ്ങനെ ആൾക്കാരെ കണ്ട് തിരക്കി പിടിച്ചൊക്കെ ഞാൻ ചെല്ലുമ്പോഴേ, എന്നിട്ട് ജെയ്സൺ പറയും, ഇപ്പോഴേ എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻട്രോസ്പെക്ഷൻസ് ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്, ഇപ്പോൾ തോന്നുന്നത് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയെന്ന് എനിക്ക് തോന്നണമെന്ന്. എന്തോ ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള, ഹീസ് സോ കണ്ടൻറ്റഡ്. അതായത് ഒരു ഉടമ്പടി ജീവിതം
ഒരു മനുഷ്യൻ നിന്ന് എനിക്ക് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉടമ്പടിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വരണത്. അദ്ദേഹം പറയണത് എനിക്ക് തോന്നണത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ മാറി. ഇപ്പം ഞായറാഴ്ച പണ്ട് ആദ്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൂടെ വന്നതേ ഉള്ളൂ. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് വളരെ കൃത്യമായിട്ട്, ഇവിടെ വിഷയമെന്ന് പറയുന്നത് 3 വിഷയങ്ങൾ ഉടമ്പടിയിലുള്ളത്. ഒന്ന്, അവർക്കൊരു സ്ഥാപനം തുടങ്ങണം. എന്ത്, ഇങ്ങനെ ഷെഫല്ലേ, അപ്പോൾ ഹോട്ടൽ പോലെ ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അതൊന്ന്. രണ്ടാമത്തെ, വൈഫ് നേഴ്സാണ്, അപ്പോൾ അവർക്ക് യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. അതാണ് അവരുടെ രണ്ട് വിഷയങ്ങൾ. അതാണ് ഒരെണ്ണം ഞാൻ മറന്നുപോയി. 3 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ 2 ഇതാണ്. ഒന്ന്, വൈഫിൻ്റെ ഒരു ജോലി കിട്ടണം, പുള്ളിക്കൊരു സ്ഥാപനം തുടങ്ങണം. ഇതാണ് ഈ 2 വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. വൈഫാണെങ്കിൽ അത് വളരെ സുന്ദരമായ രീതിയിൽ കർക്കശമായിട്ടും കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും ഈ വിഷയം ഉടമ്പടി അനുഷ്ഠിച്ച് ജീവിക്കുകയാണ്. കൂടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് വൈഫ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എലൂഫായിട്ട് നിൽക്കുകയാണ്. അതിനോട് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല ആൾ, ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല. പക്ഷേ അദ്ദേഹം എനിക്കുണ്ട് കുറ്റാലത്ത് എവിടെയോ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ചിലവായ ഒരു ഞായറാഴ്ച അല്ല ടൂറിസ്റ്റിനകത്തിന് ആൾ വരണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ കട അടക്കത്തില്ല. തന്നെയല്ല 5 പള്ളികൾ ഈ സ്ഥലത്തുണ്ട്, പല സ്ഥലത്തായിട്ട് 5 സമയത്ത് കുർബാന ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കുർബാനയ്ക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുള്ളി പറയണത്, ഞാൻ അച്ഛൻ പള്ളി കുർബാനയ്ക്ക് കയറണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ഇറങ്ങണതും കണ്ടിട്ടില്ലെന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത് ഈ വായനയാകുമ്പോൾ പുള്ളിക്കാരൻ കയറി വരും. അച്ഛൻ കുർബാന സ്വീകരണത്തെ സമയമാകുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോവും, പ്രസംഗം കഴിയുമ്പോൾ പോവും. അപ്പോൾ വെച്ചാൽ ദൈവത്തിന് എന്തോ ഞാനിവിടെ ഉണ്ട്, ഈ പരിസരത്ത് തന്നെ ഞാനുണ്ട് എന്ന് ദൈവത്തിന് ഒരു അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ആധ്യാത്മിക ജീവിതമാണ്. അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട്. ദൈവത്തിനോട് പറയണതാണ്, ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന്. അതിൽ പകുതിയാകുമ്പോൾ കയറി വന്നിട്ട് കാൽഭാഗമാകുമ്പോൾ കയറി വരും, മുക്കാലാകുമ്പോൾ ആൾ തിരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു ലൈഫാണ്. അപ്പം അങ്ങനെ ഒരു ലൈഫായപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ ഉടമ്പടിക്ക് ആശ്രയം കാണാതെ പോയി. അത് പക്ഷേ വല്ലാത്ത ഒരു കാണാതെ പോക്കലായിപ്പോയി. കാര്യം ഉടമ്പടിക്ക് ആശ്രയം പണ്ട് ജെയ്സൻ്റെ വൈഫിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരൊരു പൊന്നുപോലെ ഇങ്ങനെ താലി പോലെ ഇങ്ങനെ നെഞ്ചിലിട്ടുകൊണ്ട് നടന്ന സംഭവമാണ്. പക്ഷെ അത് കാണാതെ പോയി. അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഒരു കടയിൽ പോയി കാപ്പി കുടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇത് കാണാനില്ല. വൈകുന്നേരം വൈഫാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് അതിൻ്റെ ഉടമ്പടിയുടെ ആധാരമാണത്. പ്രമാണം പോയാൽ തീർച്ചയായിട്ടും ഉടമ്പടി ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു മിസ്സിങ് ദ കവനൻറ്റ്. പിന്നെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി പോയെന്ന് പറയും. കാര്യം ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉടമ്പടിക്ക് ആശ്രയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നത്, ഈ ഉടമ്പടിക്ക് ആശ്രയം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു വിഷയമെന്ന് പറയണത് ആ ഉടമ്പടി തന്നെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം സൂക്ഷിക്കാൻ പറ്റാത്ത ആളിന് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. എപ്പോഴും ഓർത്തേക്കണം, ഉടമ്പടിക്ക് ആശ്രയം നിങ്ങളിൽ നിന്ന് മിസ്സായാൽ അതിൻ്റെ അർത്ഥം, എനിക്ക് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഉടമ്പടിയിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിലാണെങ്കിൽ ഒരിക്കലും മിസ്സാകത്തില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരിക്കലും ഉടമ്പടി പണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊതുവെ എടുക്കുക, അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറയും, വണ്ടി വിട്ട് പോയിക്കൊള്ളാൻ പറയും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണം, അല്ലെങ്കിൽ ഉടമ്പടി എന്നേക്കാൾ ബ്രേക്ക് ചെയ്തിട്ട് ആലപ്പുഴ വിട്ടു പോകാൻ പറയും. പിന്നെ ഈ ജന്മത്ത് ആലപ്പുഴ വരുമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആണ്. കാര്യം ഉടമ്പടി
ജീവൻ പണയം വെച്ച് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടി കാശ് ഒരിക്കലും മിസ്സാകത്തില്ല. മിസ്സായാൽ മാതാ കാണിച്ചു തരും. അതാണ് രസം. ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാണാനില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ ആ കേസ് പിടിക്കും. എന്താ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അമ്മയ്ക്കറിയാമല്ലോ, അമ്മയല്ലേ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ക്യാമറ. അപ്പോൾ ഈ ആളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയും, നീ ഫസ്റ്റ് ടൈം നിങ്ങൾ മെസ്സേജ് നിങ്ങളെ ഉടമ്പടി പോകും, ഇന്നലെ സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം, ആളെവിടെ ഉണ്ടെന്ന് പറയാം എന്നൊക്കെ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാകത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ കുറിച്ച് നമുക്കൊരു, നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഈ ദൈവത്തിനുള്ളവർ ഞങ്ങളെപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. രണ്ട് തരം മനുഷ്യരുണ്ട്, ക്രിസ്തുവിനുള്ളവരും ഉണ്ട്, ക്രിസ്തുവിനില്ലാത്തവരും ഉണ്ട്. ഈ ഉള്ളവരോടാണ് പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഗുണം. അറ്റാക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 9:41. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ കേട്ടെ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങളെപ്പോഴും എനിക്കിതിൻ്റെ ഗുഡൻസ് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടി ഭയങ്കര കാർക്കശ്യം കാണിക്കും. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും. ചില സമയത്ത് കുമ്പസാരമില്ല, കുർബാനയില്ല, എന്നിട്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ ദുർവിനിയോഗിക്കാൻ വരും. അതൊക്കെ ഭയങ്കര പടയിരിക്കും. പട കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ പിന്നെ അടുത്ത കാര്യം ഈ അടുത്ത ആളിനെ അത് ബാധിക്കരുതല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. കാര്യം ഈ സാധനത്തോട് നമുക്കൊന്നും നടക്കത്തില്ല. കാര്യം അവർ ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം മതി. അപ്പം അങ്ങനെ ഒരു വർഗമുണ്ട്. ദൈവത്തെ അവർക്ക് വേണ്ട, പിന്നെ എന്ത് വേണം? ദൈവത്തിൻ്റെ ആനുകൂല്യം വേണം. അതാണ് വിഷയം. അവനെ ഒരിക്കൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചവരൊന്നും ഞാൻ മോണിറ്റർ ചെയ്യത്തില്ല. കാര്യം ക്രിസ്തീയ വിശ്വാസം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിട്ട് ദൈവം സൗജന്യ ദാനമായിട്ട് നൽകിയതാണത്. ആരെങ്കിലും കണ്ണി കാണുന്നതിനെ കണ്ടപ്പോൾ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുറകെ പോയിട്ട് നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ഐ വിൽ നോട്ട് അലവ്. എന്താ അലവ്? അക്രൈസ്തവർ വരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ വിശ്വാസം കിട്ടിയവൻ ഒരിക്കൽ ആ വിശ്വാസം ഏതെങ്കിലും മാംസമായ കാര്യം കുറച്ച് കൊള്ളാവുന്നൊരു മാംസത്തെ കണ്ടപ്പോൾ, കുറച്ച് കൊള്ളാവുന്ന ജോലിയുള്ളവനെ കണ്ടപ്പോൾ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അനുതാപം ഉണ്ടാകണം. വേറെ ഒരു വഴി അവിടെ മുമ്പിലില്ല. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് തങ്ങൾ ആത്മാവിനും അതായത് അവിടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കാരൊക്കെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആധ്യാത്മികമായ ബാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടത്തിലൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. കാര്യം ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ആളാണ്. ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ഒരാളാണ് ഞാൻ. ആ പ്രകാശത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. എന്താണ്? ഒരു ലൈൻ അടിച്ച് ലവ് അടിച്ച് അവരെ കണ്ടപ്പോൾ കർത്താവിനെ അവൻ മറന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കർത്താവിനൊന്നും മറന്നിട്ടില്ല, ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളറിയാമല്ലോ, നിങ്ങളുടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞിനെ, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണം വളർത്താൻ വേണ്ടിയാണ് വിവാഹം സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് മുന്നിൽ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ നിത്യത അല്ലെങ്കിൽ അനുദിന ജീവിതം. നിങ്ങൾ അനുദിന ജീവിതത്തിന് നിത്യതയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തു മുമ്പിൽ വരാൻ നിങ്ങൾക്ക് എന്താണ് കാരുണ്യം? പിന്നെ വയറ്റിപ്പഴപ്പിനോ? അത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. അതുകൊണ്ട് ഐ വിൽ നോട്ട് അലവ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് നൽകിയ ചൈതന്യം, കർത്താവ് നൽകിയിട്ടുള്ള വിശ്വാസം
പാരമ്പര്യമായിട്ട് കിട്ടിയാലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടല്ല കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി അതിനോട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ല, നമുക്ക് സൗജന്യമായിട്ട് ദൈവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ, ക്രൈസ്തവ മാതാപിതാക്കന്മാരെന്ന നിലയിൽ അവരിൽ നിന്ന് നമ്മൾ ജനിച്ചത് കൊണ്ടാണ് നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് നേടിച്ച വിശ്വാസത്തെക്കാൾ വിലയുള്ളതാണ്. എന്താ കാരണം? ദൈവം അത് നമുക്ക് സൗജന്യ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ ആ സൗജന്യ ദാനത്തിന് ദൈവത്തിൻ്റെ 100% ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കിയാൽ ആ വിശ്വാസത്തിന് മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ബാധ്യതയുള്ളവനാണ്. അഥവാ എനിക്കത് ബാധ്യതയില്ല എങ്കിൽ, ഞാൻ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എറിഞ്ഞു കളഞ്ഞിരിക്കണം നിങ്ങളുടെ നിത്യതയും നിങ്ങളുടെ ആത്മാവിനുമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതേക്കുറിച്ച് നിങ്ങൾ അനുതപിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് സാക്ഷ്യം, അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാം. കാര്യം ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അനുതാപത്തിലേക്ക് വരാൻ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ സമ്മതത്തിന് വിധേയമായിട്ട് നിൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അറിയാമെന്ന സാഹചര്യം ഉണ്ടായിട്ടും, ചില ആൾക്കാർക്ക് അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നവനെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകും. പക്ഷേ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആനുപാതികമായിട്ട് അനുതാപം ഉണ്ടാകണം. അജ്ഞതയുടെ കാലഘട്ടം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആഗ്രഹിക്കണമല്ല, ആജ്ഞാപനമാണ്. മനസ്സിലായില്ലേ? ആത്മരക്ഷയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത് ആജ്ഞാപനം വന്നത്. അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മതി. അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. പക്ഷേ എന്താ പ്രശ്നം? ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരുമാണ്. ആർക്കും ഒഴിവൊഴിവില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നിന്റെ ഒരു ദുരന്തം ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് നീ തിരിച്ചറിയണം. ഇപ്പം കാശുരം കളഞ്ഞു പോയതൊരു ദുരന്തമാണ്. ആ ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് അയാൾ തിരിച്ചറിയാൻ. എന്താ കാര്യം? കാശുരുവൻ കളഞ്ഞു പോയ ഉടനെ ആ വൈഫ് അത് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അവർ കാപ്പി കുടിച്ച കടയിൽ പോയി. പിന്നെ തലേ ദിവസം സുഭാഷ് പാർക്കിൽ പോയായിരുന്നു. വെളുപ്പിനെ വന്നിട്ട് സുഭാഷ് പാർക്ക് തുറപ്പിച്ചു. അതിൻ്റെ അകത്ത് അവരിരുന്ന സ്ഥലത്ത് പോയി നോക്കി, അവിടെ കണ്ടില്ല. കുറേ കഷ്ടപ്പെട്ട് അവസാനം ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പോലും ഇല്ലെന്ന് ഓർത്തേക്കണം കേട്ടോ. അങ്ങനെ സംഭവമേ ഇല്ല ഇപ്പം. പക്ഷേ എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ്? അവർക്ക് അവരുടെ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നാണ്. അവരുടെ വിസ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നു. അത് മൊത്തം അടലപടലാടെ ഇങ്ങനെ പൊളിഞ്ഞു വീണ് എല്ലാം ക്യാൻസലായി. പിറ്റേ ദിവസം അവരയച്ച പത്രം, പിറ്റേ ആഴ്ചയിൽ അവരയച്ച മുഴുവൻ അപേക്ഷ റിജക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ കൊറിയറിൽ തിരിച്ചു വന്നു. ഇയാൾ ആശ്രയം വെച്ചുള്ള കടകളിൽ കച്ചവടം കുറഞ്ഞു. നോക്കിയാൽ എല്ലാം, അതായത് നമ്മൾക്ക് വരാൻ പോകുന്ന ദുരന്തമാണ്. അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുതപിക്കണമെന്ന്. ഒരു ദുരന്തം വരുമ്പോൾ അനുതാപമാണ് ഉദ്ദേശിക്കുന്നത്. ദുരന്തം വെച്ചാൽ എല്ലാ ദുരന്തം, ചെറിയ ഒരു വിശപ്പ് പോലും ഒരു ദുരന്തമാണ്. ഒരു രോഗം പോലും ഒരു ദുരന്തമാണ്. അതുകൊണ്ടല്ലേ 13:4 വായിച്ചോളൂ ലൂക്കായുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. ദുരന്തം പിന്നെ കണ്ട 13:4 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. ദുരന്തത്തിന്റെ ഉദ്ദേശം എന്താണ്? പശ്ചാത്താപമാണ്. സിമ്പിൾ അല്ലേ? ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച ഒരു വർത്തമാനകാല ന്യൂസാണത്. വർത്തമാനം. അന്ന് സിലോഹയിലെ ഗോപുരം വീണ് കുറച്ച് പേര് മരിച്ചു. ആ വാർത്ത കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്?
അവരെല്ലാവരെക്കാൾ പാപികളാണെന്ന് ഞാൻ കരുതണില്ല. പക്ഷെ പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഈ ദുരന്തം ക്ഷണിച്ചു വരുത്തിയിരിക്കും ചെയ്യണമെന്ന്. ആ സത്യമായ ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്താൻ വേണ്ടി നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിവേചിച്ച് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ദുരന്തം എന്ന് പറയുമ്പോൾ മുഴുവനും മരണമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസി റിജക്റ്റ് ചെയ്യുന്നത് ഒരു ദുരന്തമാണ്. പരീക്ഷയ്ക്ക് ഒരു വിഷയം കാണാതിരിക്കണതും ഒരു മൊഡ്യൂൾ കിട്ടാതിരിക്കണ ഒരു ദുരന്തമാണ്. കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടേ, വീണ്ടും കാശ് മുടക്കണ്ടേ. അപ്പോൾ എല്ലാ വിഷയങ്ങളെയും ബൈബിൾ കാണിക്കുന്ന ട്രാജഡീസിനെ എല്ലാത്തിനെയും ഇതുപോലെയുള്ള പരാജയങ്ങളെല്ലാത്തിനെയും ഇതുപോലെ ദൈവം പശ്ചാത്താപത്തിലേക്കാണ് ക്ഷണിക്കണത്. ഇപ്പം എന്താ, ഇവിടെ കാശിനെ കളഞ്ഞു പോയി, അതൊരു ദുരന്തമാണ് ശരിക്കും പറഞ്ഞാൽ. കാശിനെ കളഞ്ഞു പോയി, അതോടുകൂടി ദുരന്തം പുറപ്പെടാൻ സംഭവിക്കും. വിസ പോയി, വിസ എല്ലാം തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ അകത്ത് കച്ചവടം കുറഞ്ഞു. അപ്പം അതിന് ജെയ്സൺ പറയണേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, വാ പിടിച്ചാൽ ഞാൻ തെറി പറയുമെന്ന്. അധികം ഓർക്കൊന്നും, അതായത് ഭാര്യ ഉടമ്പടി എടുത്തിട്ടും ഭർത്താവ് തെറി പറയണത്, കാര്യം പുള്ളിക്കാരൻ ആൾക്കാരെ കൊണ്ട് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിലേ, ഇപ്പം ഈ നമ്മുടെ ഭായിമാരല്ലേ ഇപ്പം നമ്മുടെ ഹോട്ടലിലൊക്കെ ഉള്ളത്, അപ്പം നമുക്ക് ഹിന്ദി അറിയാൻ പറ്റില്ല, പിന്നെ തെറിയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹിന്ദി അറിയാൻ പറ്റാത്ത കൊണ്ട് അവനെ പറഞ്ഞു താമസിക്കാൻ വേണ്ടി തെറി പറയും. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊന്നും സുവിശേഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, പിന്നെ വെച്ചുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ദൈവത്തിന് നിരക്കാത്ത ഈ സംസാരത്തിനകത്ത് വരുന്ന പാകപ്പിഴകൾ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെയായിട്ട്. കാര്യം നിങ്ങൾ സുവിശേഷം വായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന നാവിനെ കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എല്ലാം ദൈവം കുറച്ച് ശരിയാകും, കുറച്ച് ശരിയാകത്തില്ലെന്നല്ല. ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാം ശരിയാകണമെന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ജീവിതക്രമം എന്ന നിലയിലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അനുതാപത്തോടെ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ആഴമായ അനുതാപം നൽകണമേ. എന്തുകൊണ്ടാണ് അനുതാപം താമസിക്കാൻ കാരണം? എന്താണ് അനുതാപം താമസിക്കാൻ കാരണം? ദൈവത്തെക്കുറിച്ചുള്ള അംബിഗ്വസ് ആയിട്ടുള്ള, അതായത് എന്താണ് അംബിഗ്വസ് എന്ന് വെച്ചാൽ വ്യക്തതയില്ലാത്ത, രണ്ട് ഭാഗവും ശരി, അതും ശരി ഇതും ശരി എന്നൊക്കെ പറയത്തില്ലേ. ദൈവത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ അനുതാപം താമസിക്കും. ഇപ്പം ദൈവവിശ്വാസം എന്ന് പറയണതേ ഭയങ്കരമായ ഒരു കൃപയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ദൈവത്തെ വിശ്വസിക്കുകയല്ല, വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ച് ക്ലാരിറ്റിയാണ് ആവശ്യമുണ്ടാകുക. വിശ്വാസത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തത. വ്യക്തതയില്ലെങ്കിൽ വേദോപദേശങ്ങൾ നൽകും. വിശ്വാസത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ക്ലിയർ കട്ടായിട്ട് പറയണത്? ഞാൻ അമ്മയെ നേരിട്ട് കണ്ടുകൊണ്ടാണ്. അമ്മയെ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ ശേഷമുള്ള എൻ്റെ നിലപാടുകളും അമ്മയെ കാണുന്നുമുള്ള നിലപാടുകൾക്കും വ്യത്യാസമുണ്ട്. നേരത്തെ കാണുന്നതിന് മുമ്പ് ആൾക്കാരെ കോംപ്രമൈസ് ചെയ്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ഇരിക്കുന്ന പശ്ചാത്താപമുണ്ട്. അതായത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒത്തുതീർപ്പിന് വിധേയമാകും. അതും ശരി, ആ മതവും ശരി, ഈ മതവും ശരി, അവർ കാണിക്കണത് ശരി, ഇവർ കാണിക്കണത് ശരി. ആൾക്കാർക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കും. മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തുമാത്രം പ്ലീസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമം പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ പോലും വിറ്റിട്ട് ജനങ്ങളുടെ കൂടെ കൂടും. ഇത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിൻ്റെ ലക്ഷണമാണിത്. അത് സഭയുടെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് പോലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? എപ്പോഴും മീഡിയാസിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ബാധ്യസ്ഥമായി പെടുമ്പോൾ ദൈവത്തെ നമ്മൾ തള്ളി മാറ്റിയിട്ട് ജനങ്ങളുടെ കൂടെ കൂടും.
ഇതെല്ലാം പറ്റും. വിശ്വാസത്തിൽ ഡൈലൂഷൻ ആകുകയും ചെയ്യും, വ്യക്തത കുറഞ്ഞു പോവുകയും ചെയ്യും, അനുതാപം താമസിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശ്വാസത്തിൽ വ്യക്തത വരികയും അനുതാപത്തിലെ കൃത്യത ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. അനുതാപത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അനുതാപം ജനിക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ടും വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യതയില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തേത് എന്തുകൊണ്ടാണ്? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സ്നേഹം. ഇപ്പം നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. സ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. സ്നേഹം ഏറ്റവും നല്ലതാണ്, പക്ഷേ എല്ലാ കുഴപ്പം പിടിച്ച സംഭവമാണ്. സ്നേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് സ്നേഹത്തിന് ഓവർ പ്രാധാന്യം വരും. അപ്പം വിവേചനം നഷ്ടപ്പെടും. എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് വന്നാൽ പിശാച് തന്ത്രപരമായിട്ട് നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും, മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിതയിൽ നിങ്ങൾ സ്നേഹം കൂടുമ്പോൾ ആ സ്നേഹം കർത്താവ് പറയും എന്താണ്? എല്ലാത്തിനുപരിയായി ദൈവത്തെ. അതാണ് വിഷയം പറയണത്. അതുകൊണ്ട് കൽപ്പന വെച്ച് സെസ് ചെയ്യണതിൻ്റെ കാരണം അതാണ്. എന്നെക്കാൾ ഉപരി സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്. എന്തുകൊണ്ട്? ഈശോയ്ക്ക് ആ വിഷയത്തിൽ കൃത്യതയുണ്ട്. കർത്താവ് അങ്ങനെ പറയാമോ? ഈശോയെ, നീ തന്നെയല്ലേ പറഞ്ഞത് ഒരു ശരീരമാണെന്ന്. ഒരു ശരീരമാണെന്ന് നീയല്ലേ തന്നെ പറഞ്ഞതേ. എന്നിട്ട് ഇപ്പം എന്താ പറയണത്? എന്നേക്കാൾ ഉപരി ഈ ഒരു ശരീരത്തിൻ്റെ പേരിൽ സ്നേഹിക്കാൻ പോയാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൈഫിനെയോ ഭർത്താവിനെ സ്നേഹിച്ചാൽ ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കർത്താവ്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ നിൻ്റെ സ്നേഹങ്ങളെല്ലാം ശരിക്കും ചോദ്യചിഹ്നമായിട്ട് മാറും. നിസ്സാര കാര്യമല്ല ഇത്. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചിലര് കുഞ്ഞുങ്ങളോട് സ്നേഹം കാരണം ഒന്നും മിണ്ടത്തില്ല. ചില കുഞ്ഞുങ്ങളോട് ചില അമിത 2 കുഞ്ഞുങ്ങളുള്ള കാരണം അമ്മമാർക്ക് ഭയങ്കര 2 കുഞ്ഞുങ്ങളായതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമായിരിക്കണം. മുഴുവനും 2 കുഞ്ഞുങ്ങളായത് കാരണം കുഞ്ഞുങ്ങളെ വെറുപ്പിക്കാതിരിക്കണം. അവൻ പള്ളിയിൽ പോകണില്ല, ഞായറാഴ്ച കിടന്ന് ഉറക്കമാണെങ്കിലും കിടക്കട്ടെ, ഇന്നലെ കുറേ പഠിച്ച് കാണും, കൊണ്ടാ പോരെ. ഈ പിശാചിനെ നിലത്തിലടിക്കണം പിടിച്ച്. എന്താ കാര്യം? അവൾക്ക് ദൈവം നൽകിയ ഈ കുഞ്ഞ് പുറത്തോണ്ട് വരുമ്പോഴേ മാത്രമേ നമുക്കറിയാൻ പറ്റത്തില്ല കണ്ണുണ്ട, കൈയുണ്ട്, എപ്പിലെപ്സിയാണ്, ഓട്ടിസം ആണെന്ന് അറിയാൻ പാടില്ല. ദൈവം നല്ല കുഞ്ഞിനെ തന്നപ്പോഴേ ആ ദൈവത്തിനെയാണ് കുഞ്ഞിനേക്കാൾ കൂടെ സ്നേഹിക്കേണ്ടത്. ഇതിന് ഓട്ടിസം ആണെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇവിടെ കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? കരഞ്ഞ് വിളിച്ച്. എനിക്ക് അവരോട് കാണുമ്പോൾ സങ്കടം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ സഹിക്കാൻ പറ്റില്ല കുഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള എല്ലാ രോഗികളെയും അവർ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഞാൻ ഓർക്കും, ദൈവം ഈ തള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് ജന്മം മുഴുവനും കൊണ്ടു നടക്കണമല്ല. എൻ്റെ ദൈവവേദലേ, നിനക്കൊരു കുഞ്ഞിനെ ഉണ്ടെങ്കിൽ അതിന് ഓട്ടിസം ഇല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ച് വളർത്തുന്നുണ്ടെങ്കിലേ ആ കുഞ്ഞിനേക്കാൾ കൂടി നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ അത് പ്രമാണത്തിനെതിരായിട്ട് വരും. എന്താ കാര്യം? നീ നിൻ്റെ കുഞ്ഞിനേക്കാൾ ഉപരി ദൈവത്തെക്കാൾ ഉപരി നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അവന് വേദപാഠം നോക്കണില്ല, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം നോക്കണില്ല, അതുപോലെ തന്നെ അവൻ്റെ അവൻ്റെ കുർബാന കടന്നു നോക്കണില്ല. അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ഇപ്പോഴും നമ്മൾ ചോദിക്കും, ഇപ്പോഴെന്ത് ജാതിയും മതവും? ജാതിയും മതം ഇപ്പം ഒന്നുമില്ല. ജാതിയും മതമായാലും എല്ലാം നിങ്ങൾക്ക് പണിയായിരിക്കും. ദൈവത്തിൽ നിരക്കാത്തൊരു ജാതി കൊണ്ടുവന്ന കാര്യമില്ല. പക്ഷെ അതല്ല പ്രശ്നം. നിൻ്റെ ആത്മാവിനെ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ നേടും, അമേരിക്കയിലും പോകും, അതുപോലെ തന്നെ നിങ്ങൾ PhD എടുക്കും, നിങ്ങൾ പറയുന്ന കേംബ്രിഡ്ജിൽ നിങ്ങൾ പ്രൊഫസറുമാകും. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിശാചിൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവില്ലെന്ന് അങ്ങോട്ട് തീർന്നില്ല പരിപാടി. കർത്താവ് കടക്കൽ കൊണ്ട് കത്തി വെച്ചിരിക്കുകയാണ്.
വൃക്ഷങ്ങളുടെ വേരിന് കൊടലേക്ക് വെടിപ്പിക്കപ്പെട്ടാണ് തോന്നിക്കുന്നത്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും, എല്ലാവരും മനുഷ്യൻ്റെ പറക്കാൻ ഭാഷ എന്താണ്? അവൻ ആഗ്രഹിക്കുന്ന ലോകം, അവൻ ഉദ്ദേശിക്കുന്ന ലോകം, അവൻ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയല്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയാണ്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത് എന്താണ്? ഈ സങ്കല്പിക്കുന്ന നിയോഗങ്ങളെല്ലാം നിറവേറിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അഥവാ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ശ്രുതികട ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പണ്ട് പറയുമായിരുന്നു, നീ ഒരാളെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, ദൈവമായിട്ട് ബന്ധമുള്ള ഉണ്ടെങ്കിൽ ദൈവം ആ വീടിനെ കളയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്. ഇപ്പോൾ നിങ്ങൾ 4 പേരുണ്ട്, അത് 3 പേരും പോക്കാണെന്ന് വിചാരിച്ചോ, ഒരാളവിടെ ഉണ്ട്. ആ ഒരാളെ പ്രതി ദൈവം ആ വീട് കളയത്തില്ല. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കാശവും കളഞ്ഞ്, വൈഫിൻ്റെ ജോലിയും പോയി, അവിടെ വീടെല്ലാം കൂപ്പുകുത്തുകയാണ് ഇപ്പോൾ ജെയ്സൻ്റെ. അപ്പോൾ ജെയ്സൻ്റെ വീട് കൂപ്പുകുത്തിയപ്പോൾ ജെയ്സൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഈ സംഭവം എല്ലാം കൈവിട്ട് പോകണമല്ല എന്ന് വിചാരിച്ച്. അപ്പോഴും ഒരാൾ കറങ്ങിത്തിരിഞ്ഞ് ഇയാളെ വീട്ടിൽ വരും. അമ്മ അങ്ങനെ ആളെ സെൻഡ് ചെയ്യും, ഒരാളെ സെൻഡ് ചെയ്യും. അപ്പോൾ ജെയ്സൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജെയ്സൺ പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര വലിച്ചിലാ, എൻ്റെ വൈഫിൻ്റെ ജോലിയെല്ലാം റിജക്റ്റായി, പിന്നെ എൻ്റെ ജോലിയും ശരിയാകണില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടും കിട്ടണില്ല, കടയൊക്കെ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞേ, കൃപാസനി പോയായിരുന്നു, ഉടമ്പടി എടുത്തായിരുന്നു. ആരെടുത്ത്? വൈഫാണ് എടുത്തിരിക്കണത്. അപ്പോൾ ഉടനെ ഈ ആ കൂട്ടുകാരൻ പറയവേ, ഏയ് നീയല്ലേ എടുക്കേണ്ടതല്ലേ, വൈഫല്ലല്ല എടുക്കേണ്ടത്. തെറ്റിപ്പോയി, എടുത്തപ്പോൾ തെറ്റിപ്പോയി. ജെയ്സൺ ഈ സമയത്ത് സ്കൂട്ടായതാണ്. വൈഫിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവളെ ഉപവസിക്കട്ട, ഞാനിങ്ങനെ തോന്നിയ ദിവസം തെറിയും പറഞ്ഞ് നടക്കുന്ന ആളല്ലേ. അതുകൊണ്ട് വൈഫിനെ കൊണ്ട് എടുപ്പിച്ച്, പക്ഷേ ഉടമ്പടി ഇവിടെ അക്സെപ്റ്റ് ആയിട്ടില്ല. കാശുരൂപം കാണാതെ പോയി. കാര്യം എന്താ? ഈ ഉടായ്പ് ജെയ്സൻ്റെ കയ്യിൽ ഈ ഉടായ്പിരിപ്പുണ്ട്. എന്താ കാര്യം? വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളിക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. ഇത് നടക്കത്തില്ല, ഈ സംഭവം നടക്കത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അപ്പനെയും അമ്മനെയും കൊണ്ട്, നിങ്ങളുടെ കാര്യത്തിന് അപ്പനെയും അമ്മനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം ദൈവം സത്യസന്ധമായിട്ട് നിൽക്കുന്ന കാരണം നിങ്ങളുടെ കള്ളക്കളികളെല്ലാം ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കാശുരൂപൊക്കെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഉടമ്പടി കളഞ്ഞു പോയി കാണും. എന്താ കാര്യം? ദൈവത്തിനറിയാം ഇത് നിങ്ങളുടെ വിഷയമല്ല, യഥാർത്ഥ പ്രതി വേറെയാണ്. ഇപ്പം പോലീസുകാർ കൊലപാതകമൊക്കെ നടന്നു കഴിയുമ്പോൾ പാർട്ടിക്കാരൊക്കെ വേറെ പ്രതികളെ കൊടുക്കുമല്ല. ഇപ്പോൾ ഉണ്ടാകുന്നറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, സത്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ആൾക്കാർ തണുത്ത് കുത്തിക്കൊന്നവനെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ തണുത്ത്. ആ പിടിച്ചവനാരാണ്? അവനിതോട്ടൊരു ബന്ധമില്ല, അവൻ സ്ഥിരമായിട്ട് പിടികൊടുക്കുന്ന ആളാണ്. പക്ഷെ പത്രത്തെ പേര് വരും, അത് വരുമ്പോൾ പ്രതിയെ പിടിച്ചു. പക്ഷേ ഇത് പോലീസിലും നാട്ടിലൊക്കെ നടക്കും, പക്ഷെ ദൈവത്തിനും നടക്കത്തില്ല. പ്രതി ആരാണ്? ജെയ്സനാണ്. പിടിച്ചിരിക്കണ ആരാണ്? ഭാര്യയെ പിടിച്ചിരിക്കണത്. അത് ഏക്കത്തില്ല, സംഭവം ചെയ്തില്ല, അത് റിജക്റ്റായി. കാശുരൂപം പോയി, മൊത്തം സാധനം ഉടമ്പടി വെച്ച സാധനം മൊത്തം തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴീ കൂട്ടുകാരൻ പക്ഷെ പറഞ്ഞപ്പോൾ ദൈവം ഇവരെ കൈവിടാഞ്ഞത് കൊണ്ട്, ദൈവം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട്, കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ തന്നെ ജെയ്സന് പെട്ടെന്ന് കത്തി. ശരിയാണല്ല, നിൻ്റെ കയ്യിലല്ലേ ഉടായിപ്പിരിക്കണത്. പക്ഷേ അയാളെ ബേസിക്കായിട്ട് നല്ല മനുഷ്യനാണ്, അതുകൊണ്ടല്ല അയാൾ പിന്നീട് ഉടമ്പടി വിജയിക്കണത്. അയാൾ മോശംകാരനല്ല. ഈ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ചമ്മലിൽ ചെന്ന് ചാരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരു ഫ്രീ മൂവിങ്ങിന് വേണ്ടി ചെയ്തതാണ്. ഫ്രീ മൂവിങ്ങിന് വേണ്ടി എന്ത് ചെയ്ത്? ദൈവത്തെ ഒഴിവാക്കി. അതും ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ട് കരുതിയതാണ്. ജെയ്സൺ പറയുന്നുണ്ട്, എൻ്റെ വളർച്ച എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ ധരിച്ചത് കൊണ്ടാണെന്ന്. നല്ല ഷെഫല്ലേ പുള്ളി. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകാം, നിങ്ങൾ ചിലപ്പോഴേ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാം, നല്ല ബുദ്ധി ഉണ്ടാകാം. നിങ്ങളുടെ മാർക്ക് വർഷം നിങ്ങളുടെ ഇത്രയും നല്ല നിങ്ങളുടെ മാർക്കെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാത്തെങ്കിൽ നിങ്ങളിങ്ങനെ ഇതിൻ്റെ പുറകെ പോയി വല്ല ശാസ്ത്രജ്ഞ വല്ലതൊക്കെ ആയിട്ട് കുറച്ച് മുമ്പ് ചത്തുപോകാൻ പറയും. ദൈവമാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്
ആകർഷണമായ എന്തെങ്കിലും കണ്ടൻറ്റ് വൈസ് നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അത് ക്രിസ്തു നിങ്ങളെ കൈമോശം വരാതിരിക്കാൻ സൂക്ഷിക്കും. ക്രിസ്തു ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന് റിസ്ക് ഇല്ല കാര്യത്തിൽ. എവിടെയെങ്കിലും പോയി തൊലയണമെന്ന് പറയും, നോ പ്രോബ്ലം. ക്രിസ്തുവിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനാലിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവളാണ് ഞാനെന്ന രീതിയിൽ ക്രിസ്തുവിനോടൊരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വാക്കിന് അനപേക്ഷിതമായിട്ട് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതിനെ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലുമായിട്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു മാനസിക അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ള ആൾക്കാരാണ്. ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും നിശ്ചയിക്കും. അങ്ങനെയാണ് ഈ കൂട്ടുകാരൻ ജെയ്സൻ്റെ വീട്ടിൽ വരണത്. ഇപ്പോൾ ജെയ്സൺ പറയും, ശരി നിങ്ങളെ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി, എന്നാൽ ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്സൺ വൈഫിനെയും കൂട്ടി വരും. വൈഫിനോട് പറയും നമുക്ക് കൃപാസനത്തിൽ പോകാം. അപ്പോൾ വൈഫ് ചോദിക്കും, എന്തിനാ എന്തിനാ? അല്ല ഉടമ്പടി എടുക്കാൻ. അല്ല അത് ഞാൻ എടുത്തോളാം, നീ എടുക്കണ്ട. നീ അപ്പോൾ വൈഫ് ചോദിക്കും, നിങ്ങളെടുക്കുക? അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന്. നിങ്ങളെടുക്കുക. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തീരുമാനം എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് എന്താ ചെയ്യണമെന്നറിയാവോ? എടുത്തിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജെയ്സൺ പറയും, എൻ്റെ ലൈഫ് രണ്ടായി മാറുകയാണ്. എന്താണ്? ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും. ഞാൻ ആദ്യം ചെയ്തത് ഞായറാഴ്ച എൻ്റെ കട പൂട്ടിയെന്ന് പറഞ്ഞു. അതാണ് തീരുമാനം. അതായത് നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ ആവശ്യത്തിന് കാശ് കിട്ടുന്ന കടയാണ്. ഞായറാഴ്ച ഞാൻ എൻ്റെ കട അടച്ചു, അതിൽ നിന്ന് കിട്ടുന്ന പൊന്നാണെങ്കിലും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ തീരുമാനം കറക്റ്റായില്ലേ? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് ഞായറാഴ്ച നിൻ്റെ കുർബാനയും അതുപോലെ തന്നെ നിൻ്റെ ശുശ്രൂഷകളും മുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട, എനിക്ക് കിട്ടുന്ന സമ്പത്തിനേക്കാൾ വലുതാണ് നീ എന്നുള്ള രീതിയിൽ ദൈവത്തിനൊരു വിശ്വാസത്തിലെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ലിവിങ് ബ്രെഡിൽ പറഞ്ഞായിരുന്നു, ഡെയിലി ബ്രെഡിൽ എന്താണ് ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്? ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുന്നതാണ് റിസ്ക്. മനസ്സിലായില്ലേ? ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. യോഹന്നാൻ 2:24 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, അവരിൽ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഇതാണ് കുഴപ്പം. ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി മറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല. നമ്മൾ എങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാലും ഇനി ഉമ്പ് കളിച്ച് ദൈവത്തിനടുത്ത് ചെന്നാലും ഉരുളി നേർച്ച നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും. ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ജെയ്സൺ ഈ റിസ്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ്. എന്താണ്? കട പൂട്ടി. ഞായറാഴ്ചയും കടവുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റായി ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റായി. കാര്യം നമ്മൾ കോൺക്രീറ്റായിട്ട് ആ വിഷയത്തിലൊരു സ്റ്റെപ്പ് എടുത്തല്ല, ഡെഫിനിറ്റ് സ്റ്റെപ്പ് എന്ന് പറയും. കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ ദിവസവും ഉണ്ട്. അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനുള്ളൊരു അവസരമാണത്. ആ ഡെയിലി ബ്രെഡ് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം ജെയ്സൺ തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ ഇൻ്റർവ്യൂ ആണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അനുഗ്രഹ പ്രാർത്ഥന
കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല. ഡൽഹിയിലാണ് ഇൻ്റർവ്യൂ, ഷെഫിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല, ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ജെയ്സൺ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കണമെന്ന് പറയും. ഇതാണ് ദൈവമേഖല എന്ന് പറയണത്. കണ്ട, ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറണം. കണ്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജെയ്സൺ മുട്ട എന്നുണ്ട് ലിവിങ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കണത്. ഇൻ്റർവ്യൂ പോകുന്ന എല്ലാവരും ആശീർവദിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ അതിനുശേഷം ഡൽഹി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇൻ്റർവ്യൂ പോകുമ്പോൾ ജെയ്സൺ പറയണത്, ഞാൻ 1/2 മണിക്കൂർ കസറിയെന്നാണ്. അവർ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ 12 മിനിറ്റ് ആദ്യത്തെ 12 പേര് ചികിത്സിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അവരാരും എടുത്തില്ല. സംസാരിക്കാൻ പോലും 2-3 പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം 5-6 പേര് ഇൻ്റർവ്യൂ ഇരിക്കും. ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ അല്ലേ. ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചുരുവിരാന്ന് ഇൻ്റർവ്യൂവിന് പോകണതും കാണാം, ഇറങ്ങി വരുന്നതും കാണാം. എല്ലാം റിജക്റ്റഡ് ആണ്. ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ ചെന്നതിന് ശേഷം എന്നോട് അവരൊന്നും പറഞ്ഞില്ല. എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു. ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചെന്ന്. ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലാത്തിനും മറുപറയുകയും ചെയ്തും എല്ലാം കഴിഞ്ഞ് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന്. അപ്പോൾ ദൈവമേഖല ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ചു വന്ന കണ്ടില്ലേ? തീർന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പം തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അവസാനം എന്താ ഈശോ പറഞ്ഞത്? തീർന്നെന്ന് വിചാരിക്കുമ്പോൾ, തീർന്നെന്ന് കരുതുമ്പോൾ അത് തീർന്നതല്ല, ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ജെയ്സന്റെ കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെയ്സന്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പം തിരക്കി പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും, നിനക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്. കാര്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ കടയും അടച്ചിട്ടിട്ട് ഇവൻ കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് നടക്കുകയും ഈ ഞായറാഴ്ച മുഴുവനും അല്ലാത്ത ദിവസം കിട്ടുന്ന സമയത്തെല്ലാം ആ കുടുംബത്തിലുള്ള 10-20 പേരെ കൊണ്ടൊന്ന് ഉടമ്പടി എടുപ്പിച്ചു. ജെയ്സൺ പറയണത്, അവിടെ മുമ്പിലേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല സാക്ഷ്യം, ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതായത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടല്ല അവർ ഉടമ്പടി എടുത്തത്. എന്താണ്? എനിക്കുണ്ടായ മാറ്റം കണ്ടിട്ടാണെന്ന്. ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന്. അതാണ്. അതായത് ഉടമ്പടി ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന മാറ്റങ്ങളെ, അവനിപ്പോൾ അശുദ്ധ സംഭാഷണങ്ങളില്ല, എല്ലാവരോടും സ്നേഹമായി പെരുമാറും, സഹായിക്കേണ്ടവരെ തിരക്കി പിടിച്ച് നടന്ന് സഹായിക്കും, സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ജെയ്സൻ്റെ മനസ്സിൽ മാതാവ് ഒരു കാര്യം കാണിച്ചു. കാര്യം പരിചയമുള്ള 2 ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയാണ്. കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലും. ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തന്നെ പ്രണയമൊക്കെ പറഞ്ഞ് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരെ ഓർക്കുക. അത് ഇപ്പോഴത്തെ ഒരു ആവേശമാണ്. ആവേശം കെട്ടടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി, അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര കുന്തോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊല്ലാൻ നടക്കുകയാണ്. പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പം തന്നെത്താൻ തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോൾ ജെയ്സനോട് മാതാവ് പറഞ്ഞ് അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. കാര്യം ഭർത്താവ് ഇടയ്ക്ക് നിന്ന് ഭാര്യ 35 വയസ്സ് അവർക്കുള്ളത് പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത്, സങ്കടപ്പെട്ട് താമസിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും, പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിന് തീരുമാനമില്ല. അപ്പോൾ ജെയ്സൻ്റെ ഈ ഉപവിപ്രവർത്തനം, സുവിശേഷ പ്രവർത്തനം എന്നൊക്കെ പറയണതേ, ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി ഓക്കെയാണോ, അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം,
മറിച്ച് അവർക്കൊരു വിളി ഉണ്ടാകണം. വിളിയും ബാധ്യതയും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായി ഓടിച്ചെല്ലും. എന്താ കാര്യം? അതിൻ്റെ വിളിയാണ്. ഞാൻ തുടങ്ങിയത് അവിടുന്നാണ്. ഞാൻ അവിടെ നിന്നാണ് കടലിൽ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ വിളിയാണ്. ആര് കടലും തിരക്കില്ല, ഞാൻ പോയി തിരക്കും. കാര്യം ഞാനൊരു ഓഫീസിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഞാൻ തിരക്കണത്. ചിലർക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവരതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരും, തഹസിൽദാർ വരും. ബിക്കോസ് അവർക്ക് അതിൻ്റെ ഓഫീസുണ്ട്, അതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഓരോ ഓഫീസ് ഇല്ലെങ്കിൽ ഞാൻ പോകും. എന്താ കാര്യം? അത് വിളി വേറെ, ബാധ്യത വേറെ. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു തന്നെ ഒരു ഒഫീഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും. വിളി വേറെയാണ്. ഉപവി എന്നൊക്കെ പറയുന്നത് ഒരു വിളിയാണ്. ഇപ്പം ജെയ്സനെ സംബന്ധിച്ചിടത്തോളം വിളിയാണിത്. കാര്യം ഒരു വ്യക്തി, ക്രിസ്തു വിവാഹിയായ വ്യക്തി പ്രത്യേകിച്ച്, അവർ പിരിഞ്ഞ് താമസിക്കുക പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തമ്മിൽ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ? എല്ലാവരും പരാജയപ്പെടുകയാണ്. കാരണം ആ മിഷണറി അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജെയ്സ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ വചനം തുറന്നിട്ട്, മാതാവേ ഞാനിതിന് പോകണോ വേണ്ടയോ എന്ന് ചോദിക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിൾ കുത്തിവെക്കും. കുത്തി നോക്കുമ്പോൾ ബൈബിൾ നോക്കുമ്പോൾ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ്? ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വാക്ക് കണ്ട സെസ് ചെയ്തിരിക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, പിന്നെ ആർക്കാണ്? ഹൃദയ പരമാർത്ഥതയോടെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഉടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയേക്കാന്ന് ചോദിച്ചിട്ട് കണ്ണ് ബാബാ അടിച്ചിട്ട് കുത്തും, ബൈബിളും കീറിപ്പോവും. അതെന്താ കാര്യം? ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ, ഒക്കുവോ നോക്കാൻ വേണ്ടി. അതല്ല ഹൃദയ പരമാർത്ഥത. ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യണം? ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്, വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ്. അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ? അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ബൈബിള് കൈവെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോണതാണ്. അപ്പോൾ മനസ്സിലായി, നേരെ ഈ മനുഷ്യൻ ഈ ഭർത്താവിൻ്റെ അടുത്ത്, കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലും. ചെന്നിട്ട് നേരെ സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഫ്ലാറ്റാകും. പിശാചിൻ്റെ പരിപാടി അതാണല്ല. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ? ചൈതന്യം കാണുമ്പോൾ പതുങ്ങില്ല. അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി. അയാൾ പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു അകന്ന് പോയെന്ന് പറയും. അപ്പോൾ ജേസൺ പറയും, ഒരു ശരി, നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലാനിരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരിട്ട് കൊണ്ടുവരിക. വൈഫിൻ്റെ വീട്ടിലല്ല, മരുമകൻ്റെ വീട്ടിൽ കൊടുക്കുകയാണ്. അപ്പം മരുമകനും മകളും കൂടി പറയും, എൻ്റെ അമ്മേനെ തന്നിവിടത്തില്ലേ, അവർ കൊല്ലുമെന്ന് പറയും. അപ്പം ജെയ്സൺ പറയും, മാതാവ് പിടിച്ചിട്ടാണ് വരുന്നത്, കൊല്ലണ തിന്നട ജീവിക്കുക, അപ്പം അമ്മ ജീവിപ്പിക്കുമെന്ന് പറയും. അപ്പം ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത്. അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല പറയണത്, കട്ടാൻ്റെ ആയിട്ടാണ് പറയണത്. മാതാവാണ് ഇത് വിളിച്ചിരിക്കണത്, അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും. ഉടനെ അവർ ഇറങ്ങി വരും. അവരിറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും. ഇപ്പം കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന സുവിശേഷ വേല. ഇതാണ് ഇപ്പം മനസ്സിലായി. അതായത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് സാക്ഷ്യത്തിൻ്റെ കാലാവസ്ഥകളുടെ പൊക്ക് കണ്ടില്ലേ? അത് തന്നെ ഒരു ധ്യാനമാണ്. അത് ഉടമ്പടി സാക്ഷ്യമെന്ന് ഞാൻ പറയത്തില്ല, ഈശൻ നടത്തിയ ഒരു ഉടമ്പടി ധ്യാനമാണ്. കാര്യം ഓരോ സെക്ഷനിലും വളരെ ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ ധ്യാനം കൂടി ഇഫക്റ്റ് നമുക്കുണ്ടാകും. നിങ്ങളിന്ന് ഇന്നപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടേക്കണത് ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല, പക്ഷെ നമുക്കൊരു ധ്യാനം കൂടിയ കത്താർസിസ് ഉണ്ടാകും, ഒരു സ്പിരിച്വൽ കത്താർസിസ്. കാര്യം ഇതൊക്കെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും, അതായത് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് വിസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാര്യം സക്സസ്സായി. കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ കിടന്ന വൈഫിൻ്റെ ജോലി സെറ്റായി. കണ്ടു നോക്കിയേ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയണമെന്ന് അറിയാവോ? വൈഫിൻ്റെ കാര്യം ആദ്യം സെറ്റാകാതിരുന്നതിൻ്റെ കാരണം
ആ ഉടമ്പടി കാശും കളഞ്ഞു പോയതെല്ലാം എന്താണ്? എന്നെ കൂടി വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ച കൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നടക്കാതെ പോയെന്ന്. എന്തൊരു ജ്ഞാനമാണ്! ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുടുംബത്തിനെ മുഴുവൻ വിശുദ്ധീകരിക്കുന്ന നന്ദി പറയുന്നു. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം. ഉടമ്പടിയിൽ എപ്പോഴും നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് ഈ പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം. പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയും ചില ആൾക്കാർ അവിടെയും കൊടുത്ത് കണ്ട അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് എത്ര പെട്ടെന്ന് ആ 18 നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു. സൈക്കിൾ വന്ന് ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കുക, എൻ്റെ വില കുറ്റമില്ല, 1 2 3 അങ്ങനെ പത്രം കൊടുക്കണവരുണ്ട്. അങ്ങനെ പത്രം കൊടുക്കുക, എൻ്റെ വില കുറ്റമില്ല, ഞാൻ 18 പേർക്ക് കൊടുത്ത്. ഇത് അങ്ങനെയല്ല. ചില ആൾക്കാർ നിന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. ഇന്നത് ഏറ്റവും വലിയ സംഭവം എന്താണ്? പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ. എന്താ കാര്യം? മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇന്നത്തെ വലിയ സംഭവം. നിങ്ങളുടെ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥനയ്ക്ക് 3 മാർക്കാണ്, സുവിശേഷ വേലയ്ക്ക് 20 മാർക്കാണ് ഉള്ളത്. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പത്രം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മ എന്നോട് പറഞ്ഞ് പത്ര പ്രേക്ഷിതത്വം തുടങ്ങണം എന്ന് 2013 പറഞ്ഞാണ്. ഞാൻ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു, അമ്മ പത്രപ്രേക്ഷത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു, നമ്മൾ ഹോസ്പിറ്റൽ മിഷൻ നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കുമല്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിഷൻ ഹോസ്പിറ്റലൊന്നും നമ്മുടെ പരിപാടിയല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ സുവിശേഷ വേല ചെയ്യും. അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തു വിടും ഫ്രീ ആയിട്ട്. അപ്പോൾ ഉടനെ വിജയകുമാർ സാറ് 10,000 രൂപയുടെ 10,000 പത്രം അടിക്കാനുള്ള പൈസ വന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് തങ്കച്ചേനൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാവരും സണ്ണി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമളെല്ലാം കൂടി ഇട്ട് തുടങ്ങി പരിപാടി. പത്രം കൊടുക്കാനുള്ളവർ, പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു. വരാമെന്ന് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പകുതിയോളം വന്നവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണ് കാണാൻ മേലാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിച്ചു കൊടുത്തവർ. കാര്യം എന്താണ്? വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ. കർത്താവ് ചോദിക്കണത് എന്താണ്? നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തിടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാപികൾക്ക് കടം കൊടുക്കത്തില്ലേ? നിങ്ങൾ വിശേഷ വിദ്യ എന്താണ് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വേണം ഉടമ്പടി ചെയ്യാൻ. എക്സ്ട്രാ എന്താണ് ചെയ്യണത്? ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല. നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡാപ്പാണ് തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇവിടുന്ന് പറഞ്ഞത് കൂടാതെ എന്റേതായിട്ടുള്ള സ്വന്തമായി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കണ്ട് മനസ്സിലാക്കി നടപ്പിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടമ്പടി ഒരു ദൈവരാജ്യത്തിലെ വിരുന്ന് പോലെയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കഥയിലെ നിങ്ങൾ വഴിക്കവലകളിലും 4 കവലകളിലും ചെന്നിട്ട് കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊള്ളരുതാത്ത, ഇപ്പോൾ ജെയ്സൺ തന്നെ ആദ്യകാല ജീവിതങ്ങൾ മോശം ജീവിതമല്ല. മോശം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പള്ളിയുണ്ട് അങ്ങക്ക് ചുറ്റും. ഒറ്റപ്പള്ളിയിലും പോയി കുർബാന കാണത്തില്ല, മുഴുവൻ കാണത്തില്ല. അതല്ലേ മോശം ജീവിതം എന്ന് പറയണ. അപ്പോൾ കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 22:9-10. അതിനാൽ നിങ്ങൾ
വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാല നിറഞ്ഞിരിക്കണം, കണ്ടില്ലേ? അതിഥികളെ കൊണ്ട് കൊള്ളരുതാത്തവരെല്ലാം ഉണ്ട് വിരുന്നുശാല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇനി യജമാനെ വിളിച്ചു ചേർത്ത് യജമാനം വരും, അപ്പോഴാണ് പ്രോബ്ലം. വായിച്ചേ. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത കിടക്കുന്ന ചട്ടിങ്കലോ എന്താ കാര്യം? വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, പല്ല് തേക്കാത്തവനെ, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു, മിണ്ടിയില്ല. അപ്പൊ അതിന്റെ കാര്യം 5-10 കേസുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ നിന്ന് തൽക്കാലം കേസിലും ജാമ്യത്തിനായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്. പക്ഷെ മനസ്സിരിപ്പ് എന്താണ്? ജാമ്യം കിട്ടിയാലും അവനിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്ന്. അതല്ലേ? അതാണ് പ്രശ്നം. കൊള്ളരാവുന്നവരെയും കൊള്ളരുതാത്തവരെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിലേ അടുത്ത ഭാഗം വായിച്ചേ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു. ആരോട്? എന്താ സ്നേഹിത, വിവാഹ വസ്ത്രം എവിടെയെന്ന്? എന്താ കാര്യം? കൃപയാണ് വിവാഹ വസ്ത്രം. ആദ്യം കൃപ നഷ്ടപ്പെട്ട കക്ഷികളാണ് ഇല കൊണ്ട് തുണി ഉണ്ടാക്കി, അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കി ജീവിച്ചിട്ട് അവസാനം ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചത്. അടുത്ത ഗെറ്റ് ഔട്ട് അടി തന്നെ കണ്ടില്ലേ? ആദ്യത്തിനും ഗെറ്റ് ഔട്ട് അടിച്ചില്ലേ? എന്താ കാര്യം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല. അതുകൊണ്ട് പിന്നെ പുറത്തിറക്കിയപ്പോഴാണ് അവന്മാർക്ക് തുണിയില്ലെന്ന് മനസ്സിലായത്. അങ്ങനെ അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആളെ പാക്ക് ചെയ്ത് ഇപ്പം വീണ്ടും യജമാനം കയറി വരുമ്പോൾ എന്താ പറയുക? വിവാഹ വസ്ത്രമില്ലാത്ത കൃപയില്ലാത്ത ആൾക്കാരെ കണ്ടെത്തിയെന്ന്. അപ്പോൾ സ്നേഹിത എന്താ വായിച്ചോളൂ. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇത് ഞാൻ പറഞ്ഞതാണോ? അല്ല, കർത്താവിന്റെ നിലപാടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടുപ്പ് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടുന്ന് അലക്കി തേച്ച് വന്ന പോലെ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരണമെന്നല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ 17:30 വായിച്ചത് എന്താണ്? എന്നാൽ ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ആജ്ഞാപിക്കുന്നു. അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത് ആദ്യം കിട്ടിയ വചനം ഇതാണ്. എന്താണ്? എനിക്ക് പാപത്തെ ലിസ്റ്റും വിജയകുമാറിനെ, എനിക്ക് അനുഗ്രഹത്തെ ലിസ്റ്റും വിജയകുമാറിന് പാപത്തെ ലിസ്റ്റും. ഞാനത് കൂട്ടിവെച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ്. എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് 2017 ഇത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. നാളെ എന്ന് പറഞ്ഞ പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ ഇന്നാണെന്ന്. കാര്യം പശ്ചാത്താപത്തിന് സമയബന്ധിതമായിട്ട് ചുരുക്കം ഉണ്ടാകുമെന്ന്. സക്കേവൂസിന്റെ കർത്താവ് പറഞ്ഞത് ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കണം. അപ്പോൾ ഒരു നിമിഷം നേരത്തെ നീ കർത്താവിൽ വിശുദ്ധീകരിച്ചാൽ ഉടമ്പടി അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് ആദ്യകാലം തന്നെ കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ മുഖപേജിൽ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് കണ്ടത്. ഉടനടി പരിഹാരം. ഇപ്പോഴും അത് മാറ്റിയിട്ടൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഫ്രണ്ട് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഉടനടി ഉണ്ടായ പരിഹാരങ്ങൾ തന്നെ എഴുതിയിരിക്കണം അവിടെ. ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് അത് മാറ്റമില്ല. അതിനെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അനുതാപവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കരമായി ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പം ജെയ്സനെ സംബന്ധിച്ചിടത്തോളം അനുതാപവും കിട്ടിയപ്പോൾ എന്നാ പറ്റി? 12 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. 2012 ഗ്രീസിൽ റെസ്റ്റോറൻറ്റിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്.
2012 വരെ ആരും കോൾ ഫോർ ചെയ്തില്ല. ജേസൺ പറഞ്ഞ ഷങ്കൻ വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചത്. അതിൽ ഡോക്യുമെൻ്റ് മുഴുവനും തെറ്റായിരുന്നു. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഷങ്കൻ വിസയ്ക്ക്. പക്ഷേ ഞാനെങ്ങനെ പ്രാർത്ഥിക്കും? അത് കാരണം എനിക്ക് അനുതാപം ഉണ്ടായി. കർത്താവേ, ഞാൻ വിസ ചെയ്തിരിക്കണത് തെറ്റായിരുന്നല്ലോ. എനിക്ക് അനുതാപം ഉണ്ടായി. അനുതാപം ഉണ്ടായപ്പോൾ 12 പോയിട്ട് 24 ആയപ്പോൾ ജെയ്സൺ അനുദപിച്ചപ്പോൾ എന്ത് ചെയ്ത് അവർ ആ 12 കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ആ വിസ കോൾ ഫോർ ചെയ്യുകയാണ്. എന്താ? അതായത് ആ അനുതാപം അനുഗ്രഹം സ്പീഡാകും. നമ്മൾ എന്തുകൊണ്ടാണ് താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അനുതാപം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അനുഗ്രഹം താമസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അനുതാപം തന്നെയാണ്. നിലപാട്, സംസാരം, ചെയ്തികൾ, ശീലങ്ങൾ, അതുപോലെ എല്ലാം നിലപാടുകളെല്ലാം. പിന്നെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് വാട്ട് ഡിസ്പോസിഷൻ. നിങ്ങൾ എന്ത് മനോഭാവത്തില്ലേ? അതുകൊണ്ടാണ് ആ വിധവയുടെ ചിലിക്കാശ് എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ലൂക്കാ 21:2. ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നത് 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തെ വിശ്വസിക്കുന്നതല്ല വിഷയം, ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നതിലാണ് വിഷയം. അതാ റിസ്ക്. ഇപ്പം മറ്റെല്ലാവരെയും കാളെന്ന് പറഞ്ഞില്ലേ, ചാക്ക് കണക്കിന് ചില്ലിക്കാശ് പണ്ടാരത്തെ തള്ളിയ ആൾക്കാരുണ്ട്. അവരെ ദൈവം വിശ്വസിക്കണില്ല. അതാ ഒരു ഉപജീവനത്തിനുള്ള വക മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഇട്ടിരിക്കണത്. അതിലാണ് ദൈവം വിശ്വസിക്കണത്. വാട്ട് ഡിസ്പോസിഷൻ, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാ. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് കാല് പഴുത്തിരിക്കുകയാണ്. കാല് പഴുത്തിട്ട് ആ പഴുത്ത കാലും വെച്ചുകൊണ്ട് തൊത്തിയും മുടന്തിയും പോയി പത്രം കൊടുത്തുകൊണ്ടിരിക്കണേ. അത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഈച്ച വാർത്ത് കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അവിടെ സാക്ഷ്യം കേൾക്കണം. എൻ്റെ ദൈവപൈതലേ, കർത്താവ് നിന്റെ ഡിസ്പോസിഷൻ കറക്റ്റാണെങ്കിലേ, നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പക്കത്ത് ഉടമ്പടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ സത്യസന്ധയാണ്, ദൈവത്തെ മനസ്സിലാകും. ഉടമ്പടി വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയുടെ പദ്ധതിയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. രോഗമുള്ളടുത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിലുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന കുറെ സാക്ഷ്യങ്ങൾ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും ഇരിക്കുന്ന ദൈവാഭിഷേകത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം, മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാം കാണുന്ന ദൈവം എല്ലാത്തിനും തട്ടിപ്പ് ചെയ്യട്ടെ. ശ്രുതികട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. എൻ്റെ മകൾ, ഇത് വളരെ ലളിതമാണ്. എന്താ കാര്യത്തിൽ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാനൊരു അംബികസിലേക്ക് പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ അന്തരീക്ഷത്തിൽ ഇടിക്കുകയല്ല, ഞാൻ മൂക്കിന് നോക്കി ഇടിക്കണ. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ഇപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത് അമ്മയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അത് ചെയ്തു തരും. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണം ദൈവികമായ പദ്ധതിയാണ്. ശ്രുതികട്ടെ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം.
വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടില്ലാത്ത സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തുതിപ്പും അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവേ, നിന്റെ തിരുമുറിവാകുന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അഭിഷേക കരങ്ങള് അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിണർ പോലെ, വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇടിച്ചിറങ്ങട്ടെ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ വിശുദ്ധമായ രക്തം, കർത്താവിന്റെ ശക്തി, സ്വർഗീയ ശക്തി, ദൈവിക ശക്തി, സുവിശേഷത്തിന്റെ ശക്തി ഈ നിമിഷം ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ആത്മഹത്യാ ബോധങ്ങള്, അതുപോലുള്ള എല്ലാവിധ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉദരരോഗങ്ങള് സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. കരൾ രോഗങ്ങള്, ആ സമയത്ത് കരളിൻ്റെ അവിടെ കൈവെക്കണം. ഹൃദയ രോഗങ്ങള്, ബ്ലോക്കുള്ളവര്, ചിലപ്പോൾ നിങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കും. അപ്പം നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്തെ കൈവെക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് ജെയ്സൺ അവസാനം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്. ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ്. നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക, അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിൽക്കുക. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നടുവിന് വേദനയുള്ളവരുണ്ടാകും. ഞാൻ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിക്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒത്തിരി പേര് അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ ആ നടുവിന് വെക്കണം. ഉദരരോഗമുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ ചുരുങ്ങിയവരുണ്ടാകും. അവർ ഊടിന് താഴെ, പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 2 ട്യൂബുകൾ ഉണ്ടാകത്തില്ല. ഫിലിപ്പിൻ ട്യൂബ് 2 ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിമിതികളുടെ അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാണ്. മുട്ടി കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൂക്കിന് കർത്താവ് ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ടയ്ക്ക് തൈറോയ്ഡുള്ളവരും തൈസോയ്ഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, പ്രഷർ കൂടുന്നവരുണ്ട്, ഷുഗർ കുറയാത്തവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അസ്ഥിവേദനക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം പൊട്ടി ഒലിക്കുന്നവരും വെള്ളപ്പാണ്ടുള്ളവരും അലർജി ഉള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം. ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഉന്നതമായ നാമത്തെ സ്വന്തം കർത്താവേ, ആമാശയ രോഗികള്, ക്ഷയരോഗികള്, കർത്താവേ, മാരക രോഗികൾ, തീരാവേദികള്, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങള്, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അസ്ഥി രോഗികളെ കർത്താവേ, പേശി രോഗികളെ, ശിഷ്ടമുള്ളവരെ കർത്താവേ, കർത്താവ് മുഴകളുള്ളവരെ കർത്താവേ, കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിടുന്ന പോലെ, വൈതാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസനം ആൾത്താരെ ജീവിത കർത്താവിന് കൃപാസനത്തിന് ആൾത്താരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. എന്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പരീക്ഷ പൊട്ടിപ്പോയവര്, പുതിയ പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവർ, വിസയിന് പുതുക്കി കിട്ടാത്തവര്, വിദേശ രാജ്യങ്ങളിലേക്ക് വിസ പുതുക്കി കിട്ടാതിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവര്,
വിവാഹത്തിൽ ഒത്തുചേരാത്തവര്, വിവാഹത്തിൽ ഒരുങ്ങുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവര് എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി ഉകട്ടെ. ശ്രുതികട്ടെ, 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 കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസനത്തോടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇയാൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി അമ്മയുടെ മാധ്യസ്ഥതയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അഭിലഷിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ നീ വ്യക്തമാക്കി തന്നുവല്ലോ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ് എന്ന തിരുവചനത്തിലൂടെ ശോയെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,